KPCCയുടെ വളരെ ഉന്നതാധികാര സമിതി, KPCC രാഷ്ട്രീയ ഉന്നതാധികാര സമിതിയിലുള്ള ശ്രീ VS ശിവകുമാർ കൊല്ലത്തേക്ക് നിയോഗിക്കപ്പെടുകയും ദൈനംദിനമുള്ള പ്രവർത്തനങ്ങളുമായി അദ്ദേഹം ബന്ധപ്പെടുകയും ഓരോ ഡിവിഷനുകളിലും എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുത്തതിന് ശേഷം അവസാനം ഡിവിഷനുകളിലെ യോഗം മാത്രമല്ല, വോട്ടർമാരെ പേര് ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത് SIR-മായി നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് സൂചിപ്പിച്ചത്. ഒരിക്കലും ഇല്ലാത്തതുപോലെ തന്നെ ഓരോ ഡിവിഷനുകളിലും മത്സരബുദ്ധിയോടുകൂടിയാണ് ഈ കോർപ്പറേഷൻ്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മുടെയൊക്കെ പ്രവർത്തകർ ഓരോ വോട്ടർമാരെ ചേർക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളായിരുന്നു. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അതൊരു കയ്യിലെ അനങ്ങാതെ എന്ന് സൂചിപ്പിക്കുകയുള്ളൂ. ഒരു കയ്യിലെ പോലും അനങ്ങാതെയാണ് ഈ കൊല്ലം കോർപ്പറേഷൻ്റെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും തെരഞ്ഞെടുപ്പ് സമിതി നിശ്ചയിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. സാധാരണഗതിയിൽ മേയർ സ്ഥാനാർത്ഥി ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ നമ്മുടെ പാർട്ടിയുടെ ജന്മ സ്വഭാവമുണ്ട്. അതിനെതിരെ കുറേ ആളുകളുടെ പ്രതിഷേധം വരും, പ്രതികരണം വരും, അഭിപ്രായ വ്യത്യാസം പരസ്യമായി പ്രകടിപ്പിക്കും. ഒരാൾ പോലും അതിനെതിരെ പ്രതികരിക്കുവാനോ പ്രതിഷേധിക്കുവാനോ മുന്നോട്ട് വന്നില്ലെന്ന് മാത്രമല്ല, എല്ലാവരും ഒരേപോലെ അത് ഉൾക്കൊള്ളുവാനും അതിനുശേഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് 13 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു. ദിവസങ്ങൾക്കകം തന്നെ ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെയും അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ലാതെ ആരുടെയും സാധാരണഗതിയിലൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്താകുമ്പോഴത്തേക്കും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ വരുന്ന നേതാക്കന്മാർ തമ്മിൽ ചില ധാരണകളുടെ അടിസ്ഥാനത്തിൽ വീതം വെപ്പുകളൊക്കെ നടക്കാറുണ്ട്. ആ വീതം വെപ്പ് നടക്കുമ്പോഴാണ് പലപ്പോഴും പരാജയം നമ്മൾ അറിയുന്നത്. ഇപ്രാവശ്യം വീതം വെപ്പല്ല, ഓരോ സ്ഥാനാർത്ഥിയും ആരായിരിക്കണം ജയിക്കേണ്ടുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചനുജൻ ശ്രീ RS സബിൻ മയ്യനാടിലെ വളരെ ശക്തനായ നേതാവായി ഈ പഞ്ചായത്ത് അംഗമായി എത്തിയിട്ടുള്ള ശ്രീ RS സബിൻ ഈ യോഗത്തിലേക്ക് വന്നിരിക്കുന്നു. അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുന്നു. ആരായിരിക്കണം സ്ഥാനാർത്ഥി എന്നുള്ളതിനെ കുറിച്ച് വലിയ വിശദീകരണമൊന്നുമില്ലാതെ താഴെത്തട്ടിൽ നിന്നുള്ള അഭിപ്രായങ്ങൾക്ക് മാത്രം രൂപം കൊടുത്തുകൊണ്ട് അതിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാനാർത്ഥി നിർണ്ണയം. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും അധികം വൻ വിജയം നേടാൻ കഴിയും. ഇനിയും നമ്മുടെയൊക്കെ വിശ്വാസത്തിൽ നമ്മുടെയൊക്കെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ 31 സീറ്റ് ജയിക്കണമായിരുന്നു. ഒരിക്കലും പലരും ഇവിടെ സംസാരിക്കുമ്പോൾ ചിലരൊക്കെ സൂചിപ്പിക്കും, ചില ധരിക്കും ഇതൊരു അപ്രതീക്ഷിത വിജയമാണ് കൊല്ലം കോർപ്പറേഷനിൽ ഉണ്ടായതെന്ന് ധരിക്കും. ഒരിക്കലും ഇത് അപ്രതീക്ഷിതമല്ല. ഇതിനെ 31 സീറ്റുമായി ജയിക്കും എന്ന് തന്നെയാണ് UDF-ലെ കോൺഗ്രസിലെ മുഴുവൻ നേതാക്കന്മാരും ഈ പിടിക്കുമ്പോൾ കരിക്കോൽ ഊരിക്കൊണ്ട് പോകുന്ന ആളുകൾ എന്ന് പറയുന്നത് പോലെയാണ്. കട്ടിളപ്പടി പോലും, അമ്പലത്തിന്റെ കട്ടിളപ്പടി പോലും അടിച്ചു മാറ്റാൻ തയ്യാറായ ഒരു ഭരണ സംവിധാനമാണ് നമ്മൾ മുന്നിൽ നിൽക്കുന്നത്. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിരുന്നാൽ അത് അയ്യപ്പന്റെ വിഗ്രഹവും കൊണ്ടുപോകുമായിരുന്നു. ഞാനും നിങ്ങളുമൊക്കെ വിശ്വാസികളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരവരുടേതായ വിശ്വാസം ആചാരം അതൊക്കെ നമ്മുടേത്, ഓരോരുത്തരും അവരവരുടേതാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരുടെ വിശ്വാസമായാലും ആരുടെയും വിശ്വാസത്തിനെതിരെ അതിനെതിരെ സംസാരിക്കുക അല്ല, അതിനെതിരെ ചിന്തിക്കുക പോലുമില്ല. ഓരോരുത്തർക്കും അവരവരുടേതായ വിശ്വാസമുണ്ട്. ഒരു അമ്പലത്തിന്റെ കട്ടിളപ്പടിയും ആ ധാരമാല ശില്പത്തിന്റെ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് എന്ത് കിട്ടിയാലും മതിയാവില്ല എന്നുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളം മുഴുവൻ അടിച്ചുകൊണ്ടുപോയിക്കൊണ്ടിരിക്കും. എല്ലാ രംഗത്തും അത് തന്നെയാണ് കൊല്ലം കോർപ്പറേഷൻ. അതുകൊണ്ടാണ് ശ്രീ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് BJP-ക്ക് അനുകൂലമായ ധാരണയുണ്ടാക്കുന്നത്, BJP-ക്ക് ജയിക്കുവാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്, തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ NDA-ക്ക് അനുകൂലമാക്കി അല്ലെങ്കിൽ BJP-ക്ക് അനുകൂലമാക്കി കൊടുക്കുന്നത്, തൃശ്ശൂരിൽ ശ്രീ സുരേഷ് ഗോപി ജയിക്കുവാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്, പഞ്ചായത്തുകൾ പലതും BJP-ക്ക് വിട്ടുകൊടുക്കുന്നത് ഒരു സ്വാഭാവികമെന്ന് അങ്ങനെ അതിനെതിരെ പറയുന്നില്ല. ശ്രീ പിണറായി വിജയൻ ഒരു മനുഷ്യനാണ് സ്വാഭാവികമായി. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണ്. പഴയ കാലത്ത് തന്നെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരൻ. ഇന്ന് അദ്ദേഹം ഒരു അച്ഛനാണ്. ആ പിണറായി വിജയനെ സ്വന്തം മക്കളെ സംരക്ഷിക്കാൻ, അവരെ ജയിലിലാകാതിരിക്കാൻ, ജയിലിലകപ്പെട്ട മക്കളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമാണ് അദ്ദേഹം കഴിഞ്ഞ കുറേ വർഷക്കാലമായി ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം 32 വർഷക്കാലം ഭരിച്ച ബംഗാളിൽ, പശ്ചിമ ബംഗാളിൽ CPM നിന്ന് കാണാൻ കൊടി പോകണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തണം തമാശ രൂപേണ പറയാറുണ്ട്. അവരുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് പോലും അവിടെ ഇല്ലെന്ന്. അവരുടെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസില്ല, ജില്ലാ കമ്മിറ്റി ഓഫീസുകളുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസുകളും കൂട്ടി BJP-ക്ക് കൊടുത്തിരിക്കുന്നു. അതേ സ്ഥിതി കേരളത്തിലും കൊണ്ട് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം.
അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ലാവ്ലിൻ കേസ് ഒരു ഭാഗത്തൂടെ പോകുന്നു, മോൾക്കെതിരെ എസ്ഐയുടെ കേസ് നടക്കുന്നു, മകനെതിരെ കേസ് നടക്കുന്നു, എല്ലാവരുടെയും കേസ് നടക്കുമ്പോൾ അവരെ സംബന്ധിച്ച് മക്കളെ സ്വത്ത് സംരക്ഷിക്കുവാൻ, മരുമകനെ സംരക്ഷിക്കുവാൻ, അതിനു വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിനിടയിൽ പാർട്ടിയെക്കുറിച്ച് ചിന്തിക്കാൻ അദ്ദേഹത്തിന് സമയമില്ല. അതുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഒരു കാര്യത്തിൽ ചിന്തയിൽ, ധാരണയിൽ, ഒരു മനസ്സ് ധൈര്യമായ സമയത്ത് തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു. ഇനി കമ്മ്യൂണിസ്റ്റുകാരൻ, എന്നെ കേൾക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ എനിക്ക് പറയാനുള്ളത്, യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് CPM ഭരണമല്ല, പിണറായിയുടെ മാത്രം ഭരണം. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ആരെങ്കിലും അവശേഷിക്കുന്നെങ്കിൽ അവർ UDF അനുകൂലമായി ചിന്തിക്കണം. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഞാൻ വിശ്വസിക്കുന്നത് കോൺഗ്രസ് UDF മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വോട്ടാണ് നിരവധി പ്രാവശ്യം പരാജയപ്പെട്ട എത്രയോ സീറ്റുകൾ. ഞാൻ ആ സീറ്റുകളെ കുറിച്ചൊന്ന് സൂചിപ്പിക്കുന്നത്, എത്ര ഡിവിഷനുകൾ കഴിഞ്ഞ കാലങ്ങളിലൊന്നും കോൺഗ്രസിന് ജയിക്കുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത നിരവധി ഡിവിഷനുകൾ. ഇന്ന് കോൺഗ്രസ് ജയിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരൻ വോട്ട് ചെയ്തുകൊണ്ടാണ്. അവരും ആഗ്രഹിക്കുന്നത് ഈ കമ്മ്യൂണിസം ഇങ്ങനെ തുടരരുത്, ഈ കമ്മ്യൂണിസം ഇവിടെ അവശേഷിക്കണമെങ്കിൽ കോൺഗ്രസ് നിലനിൽക്കണം. അതുകൊണ്ടാണ് BJPക്ക് അനുകൂലമായി ചിന്തിക്കണമെന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരെ മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ UDF അനുകൂലമായി വോട്ട്